ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. എല്ലാ ശാസ്ത്രങ്ങളുടെയും പ്രവക്താവായ, വക്ത എന്നാൽ സംസാരിക്കുന്ന ആളാണ്. പ്രവക്ത പ്രകർഷേണ വക്തും ശീലം അസ്യേതി. വിശേഷപ്പെട്ട ആധികാരികമായി സംസാരിക്കുന്ന വ്യക്തിയെയാണ് പ്രവക്ത എന്ന് സംസ്കൃതത്തിൽ പറയുന്നത്. എല്ലാ വിഷയങ്ങളെയും ആധികാരികമായി സംസാരിക്കുന്ന അസുരാചാര്യനായ ശുക്രനെ ഞാൻ നമസ്കരിക്കുന്നു. ശുക്രനിത, പ്രിയമുള്ള പ്രേക്ഷകരെ, മിഥുൻ രാശിയിൽ നിന്നും തൻ്റെ അടുത്ത സുഹൃത്തായ ബുധൻ്റെ ക്ഷേത്രം മിഥുൻ രാശിയിൽ നിന്നും തൻ്റെ പരമശത്രുവായ കർക്കിടക രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കേവലം 28 ദിവസമാണ് ശുക്രൻ കർക്കിടക രാശിയിൽ ഉണ്ടാവുക. പിന്നീട് ചിങ്ങൻ രാശി, പിന്നീട് ശുക്രൻ തൻ്റെ നീചക്ഷേത്രമായ കന്നിയിലേക്ക് പ്രവേശിക്കും. ഉച്ചക്ഷേത്രം കഴിഞ്ഞ് സ്വക്ഷേത്രം കഴിഞ്ഞു. ഇനി ശുക്രൻ പ്രവേശിക്കുന്നത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തൻ്റെ നീചക്ഷേത്രമായ കന്നിരാശിയിലാണ്. ശുക്രനെ കൊണ്ടാണ് എല്ലാവിധ ഭൗതിക സുഖങ്ങളും നാം ചിന്തിക്കുന്നത്. ശുക്രനെ കൊണ്ടാണ് സ്ത്രീകളെ ചിന്തിക്കുന്നത്. ശുക്രനെ കൊണ്ടാണ് ആഡംബര സുഖഭോഗ വസ്തുക്കളെ ചിന്തിക്കുന്നത്, വാഹനങ്ങളെ ചിന്തിക്കുന്നത്. അതിനാൽ ശുക്രൻ നീചസ്ഥനാകുമ്പോൾ പലപ്പോഴും, പ്രത്യേകിച്ച് കർക്കിടക രാശിയിൽ അത്യന്തം ശത്രുവായ ചന്ദ്രക്ഷേത്രമായ കർക്കിടക രാശിയിൽ വരുമ്പോൾ പോലും ശുക്രൻ്റെ സ്വഭാവത്തിൽ വളരെയധികം മാറ്റങ്ങൾ കാണാം. ദിഭാര്യോർത്തി ഭീരുർ പ്രബല മതശോകസ്യ ശശിമേ. കർക്കിടകത്തിൽ ആശയഫലം വരാഹ മിഹിര ആചാര്യർ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ദ്വിഭാര്യ അർത്ഥി. 2 ഭാര്യമാരുണ്ടാവുക, അല്ലെങ്കിൽ 2 സ്ത്രീകളുമായുള്ള ബന്ധങ്ങളുണ്ടാവുക. ഭാര്യയല്ലാതെ മറ്റ് സ്ത്രീകൾ കടന്നു വരിക. അർത്ഥി, ആഗ്രഹിക്കുന്ന ആളാവുക, അനേകം സ്ത്രീകളെ ആഗ്രഹിക്കുക. കർക്കിടകം ബഹുവാദ രാശിയാണ്. പ്രബല മതശോകശ്ച, പ്രബലമായ മതം, കാമം, ദുഃഖം, വിരഹം ഇതൊക്കെ അനുഭവിക്കും. അതിനാൽ ശുക്രൻ പല രാശിക്കാരും വളരെയധികം ശ്രദ്ധിക്കണം. സ്ത്രീ സംബന്ധമായ അപഖ്യാതികൾ, പേരുദോഷങ്ങൾ, ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനമായിട്ട് പോക്സോ കേസ്, ഇതിലൊക്കെ ഈ ശുക്രൻ വളരെയധികം പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും കൈവരുന്ന ഒരു സമയമാണ് ഇതെന്ന് നിങ്ങൾ അറിയണം. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്, മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങൾ നാം ചർച്ച ചെയ്യുന്നു. മകര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര, പുണർന്നം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ യഥാർത്ഥത്തിൽ 2 ഭാവങ്ങളുടെ അധിപനാണ് ശുക്രൻ. ഒന്ന് 5ാം ഭാവാധിപത്യം, തുലാൻ രാശിയുടെ ആധിപത്യം. മറ്റൊന്ന് ഇടവൻ രാശിയുടെ വൈകല്യ ഭാവത്തിൻ്റെ, വീഴ്ച എന്ന 12ാം ഭാവത്തിൻ്റെ, പാപങ്ങൾ, പതനങ്ങളുടെ ഭാവങ്ങൾ ചിന്തിക്കുന്ന 12ാം ഭാവത്തിൻ്റെ ആധിപത്യം. ഇവിടെ ഏതായാലും ഒരു നല്ല യോഗമാണ്. ശുക്രനും വ്യാഴവും കൂടി ഒന്നിച്ച് നിൽക്കുന്നു 2ാം ഭാവത്തിൽ. ഉച്ചസ്ഥനായ വ്യാഴത്തോടു കൂടി ശുക്രൻ നിൽക്കുന്നു. പലപ്പോഴും ഇവിടെ ഒരു ഉപരിപഠനത്തിന് ഏറ്റവും നല്ല സമയങ്ങൾ, നല്ല പ്രഭാഷകർക്ക് അങ്ങേയറ്റം ശോഭിക്കാം. വിദേശങ്ങളിലൊക്കെ നല്ല പ്രാസംഗികനാകാനും തൻ്റെ മതം, അഭിപ്രായം രൂപീകരിക്കാനും അത് സഘോഷം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുവാനുള്ള ഒരു വൈഭവം പ്രകടിപ്പിക്കും മിഥുനൻ രാശിക്കാർക്ക് ഈ 2ാം ഭാവത്തിൽ നിൽക്കുന്ന ഗുരു ശുക്രന്മാരുടെ ഈ ഒരു യോഗമെന്നറിയുക. സംഗീത വിഷയങ്ങളിലൊക്കെ മിഥുനൻ രാശി എന്താണ്? ഗേയവാദ്യകലാസു നിപുണ, പാട്ടും കലകളും കൂത്തുകളൊക്കെയാണ്. ഇതിലൊക്കെ തന്നെ നൈപുണ്യം പ്രകടിപ്പിക്കുക, നല്ല വാക്ചാതുര്യം ഉണ്ടാവുക, നല്ല ഗായകരാവുക. എഴുത്തുകാർക്ക്, പ്രഭാഷകർക്കൊക്കെ തന്നെ ഈ ഒരു മാസക്കാലം വളരെ അനുകൂലമാണെന്ന് അറിയുക. കാരണം 2ൽ വ്യാഴമുണ്ട്. ആ വ്യാഴത്തോടുകൂടി 2 ആചാര്യഗ്രഹങ്ങളുടെ ഒരു യോഗമാണ്. സദ്വിദ്യോ ധനധാരവാൻ, നല്ല വിദ്യ പഠിക്കും, ധനധാരവാൻ, നല്ല ഭർത്താവുണ്ടാകും, നല്ല ഭാര്യ ഉണ്ടാകാം, നല്ല ധനമുണ്ടാകും. ബഹുഗുണ ശുക്രന യുക്തവും ഗുരു, ബഹുഗുണ യോഗമാണ്. തൻ്റെ വലിയ ഗുണങ്ങളെ തനിക്ക് അംഗീകാരം ലഭിക്കുന്ന ഏറ്റവും അനുകൂലമായ സമയമാണ് ഈ ഒരു മാസക്കാലം എന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. നന്നായി ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കണം, സരസ്വതിയെ ജപിക്കണം. ഓം സം സരസ്വതിയെ നമഃ എന്ന മന്ത്രം വളരെയധികം ഉപകരിക്കും മിഥുനൻ രാശിക്കാർക്ക്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർ ഭൗതുമേ സദാ. ഇത് സരസ്വതിയുടെ മന്ത്രമാണ്, മൂലമന്ത്രമാണ് ഓം സം സരസ്വതി നമഃ എന്ന്. ഏതായാലും വളരെയധികം സാമ്പത്തികമായ വിഷയങ്ങളിൽ, ഭൗതികപരമായ വിഷയങ്ങളിൽ എല്ലാം തന്നെ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും ശുക്രൻ മിഥുനൻ രാശിക്കാർക്കെന്നറിയുക. അതിന് പുറമെ ഗാംബ്ലിംഗ്, അറിയപ്പെടാത്ത ചില ഭാഗ്യങ്ങളൊക്കെ പെട്ടെന്ന് ലഭിക്കുക. ലോട്ടറി ലക്കിനൊക്കെ നല്ലതാണ്. എയർപോർട്ടിൽ വെച്ച് ലോട്ടറി എടുക്കുമ്പോൾ പെട്ടെന്ന് ലോട്ടറി സൗഭാഗ്യം മിഥുനൻ രാശിക്കാർക്ക് ലഭിക്കാൻ ഈ ഒരു മാസക്കാലം വളരെ അനുകൂലമാണെന്ന് അറിയുക. നന്ദി, നമസ്തേ.